നമസ്കാരം സുഹൃത്തുക്കളെ. ഈ സുരേഷ് ഗോപി ആരാ സാറേ? തൃശ്ശൂർ ചെന്ന് ഇപ്പോൾ അന്വേഷിച്ചാൽ അറിയാം. അവിടെ പോയി ആദ്യം ഒന്ന് ശുദ്ധീകരിക്കട്ടെ. NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കിട്ടിയതൊന്നും പോരാ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തൃശ്ശൂർ MP സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് കയറാൻ നോക്കിയാണ്. അദ്ദേഹം ഇതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായിട്ട് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തെ കൂടെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നു, അതിൻ്റെ കാരണം സുരേഷ് ഗോപിയാണ്. ആരാണ് സുരേഷ് ഗോപി എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ നാട്ടിലല്ല ജീവിക്കുന്നതെന്ന് തോന്നുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിലെ MP ആണ്. അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഏതാണ്ട് 3,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മനുഷ്യനാണ്. MP ആവുന്നതിന് മുമ്പും അദ്ദേഹം ഒരുപാട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം സഹായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ കാലശേഷം കഴിഞ്ഞാലും അദ്ദേഹത്തേക്ക് ഓർക്കാനും അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയാനും ഈ മണ്ണിൽ ഒരുപാട് ആളുകൾ അവശേഷിക്കും. അങ്ങനെ സുരേഷ് ഗോപി ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി അവിടെ കിടപ്പുണ്ട് എന്ന് ഓർക്കണം. ഇതേ ചോദ്യം തിരിച്ച് സുരേഷ് ഗോപി സുകുമാരൻ നായരോടാണ് ചോദിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് പറയാൻ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നു എന്ന ഒരു സ്ഥാനം ഒഴിച്ചാൽ ആ സ്ഥാനത്തിന് ഇപ്പോൾ എത്രമാത്രം വിലയുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ അംഗങ്ങൾ തന്നെ, അതായത് സമുദായ അംഗങ്ങൾ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ലോകത്ത് ഒരു സമുദായ നേതാവിനെയും അവരുടെ അണികൾ തന്നെ ഇത്രയേറെ വാരി അലക്കുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ രീതിയിലാണ് നമ്മളൊരു 100-150 കമൻ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ അവിടെ ഇവിടെ 1-2 അതും വളരെ അപൂർവമായിട്ട് മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ചില കമൻറ്റുകളും മറ്റും കാണുന്നത്. അത്രമാത്രം ആളുകൾക്ക് ആ വ്യക്തിയോട് എതിർപ്പായി പോയി. ബൈലോ എന്നൊരു സംഗതി അതൊരു കമ്പനിയായിട്ട് എന്തോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് SNDP NSS ഒക്കെ. അപ്പോൾ ഇതിലിങ്ങനെ തുടർച്ചയായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ ഇവർക്ക് പറ്റുന്നത് അതിൻ്റെ ബൈലോ കൊണ്ടാണത്രേ. അതില്ലായിരുന്നെങ്കിൽ പണ്ടേ ഇവരെയൊക്കെ വലിച്ചെറിയുമായിരുന്നു എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ മാപ്പറോടൊന്നും പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്തിരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞ് 13ാമത്തെ വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ എന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ബഹുസ്വരത എന്നൊക്കെ പറയുന്ന സംഗതി ഉള്ള രാജ്യമാണ്. അവിടെ ഒരുപാട് മത സാമുദായിക സംഘടനകളുണ്ട്, അവരുടെ എണ്ണമറ്റ നേതാക്കളുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇവരിൽ ഈ സംഘടനകളുടെയൊക്കെ നേതാക്കൾ ഈ 12 വർഷത്തിനിടയിൽ ഒരു തവണയെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടുകയോ ചെയ്തിട്ടുണ്ട്. അതിൽ മതജാതി വ്യത്യാസമില്ലാതെ, അത് സിഖ് ആവട്ടെ, പാഴ്സി ആവട്ടെ, അല്ലെങ്കിൽ ബുദ്ധ ആവട്ടെ, ജൈന ആവട്ടെ, ഇനി മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, ഹിന്ദുവിൽ SNDP ആവട്ടെ, ധീവര ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഈ സംഘടനാ നേതാക്കളൊക്കെ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട്. എന്തിനാ ഈ കാന്തപുരം ഉസ്താദൊക്കെ അദ്ദേഹത്തെ പോയി കാണുകയും പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞ കാര്യമൊക്കെ ഇവിടെ വിവാദമായിട്ടുള്ളതാണ്, വാർത്തയാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സുന്നിയുടെ നേതാക്കൾ, ക്രിസ്ത്യാനികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഒട്ടുമിക്ക ബിഷപ്പുമാരും അദ്ദേഹമായിട്ട് വേദി പങ്കിട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാളൊഴിച്ച് ഈ 12 വർഷത്തിനിടയിൽ സുകുമാരൻ നായർ മാത്രം നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഒരൊറ്റ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവമില്ല. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ കൂടെ വേദി പങ്കിടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകളോ പോയിട്ട് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിട്ടില്ല, നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ വിചാരം ഞാൻ ഇന്ത്യയിലെ പ്രസിഡന്റിനേക്കാളും വലിയ ഏതോ സ്ഥാനത്തിരിക്കുന്ന ആളാണ്, ഞാൻ പെരുന്നയിലെ പോപ്പാണ് എന്ന ധാരണയൊക്കെയാണ്. ഈ പെരുന്നയിലെ പോപ്പ് ഇരിക്കുന്ന സ്ഥലം പോലും BJP ആണ് ഭരിക്കുന്നത്. ആ വാർഡ് BJP ആണ് അവിടെ ജയിച്ചിരിക്കുന്നത്, അത് ഓർക്കണം. ഈ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ശിങ്കടികളായിട്ട് കുറേ എണ്ണമുണ്ട്, പെട്ടിതാങ്ങികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അവരല്ലാതെ ഇവരുടെ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇയാൾ പറയുന്നത് മൈൻഡ് പോലും ചെയ്യില്ല, വില പോലും വെക്കില്ല. ഇത്തവണ UDFനെ ഭരണത്തിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കേസും കൂട്ടമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് പരസ്യമായിട്ട് ഇടതുപക്ഷത്തിനൊക്കെ പിന്തുണ കൊടുത്ത വ്യക്തിയാണ് ഈ മനുഷ്യൻ എന്ന് ഓർക്കണം. എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ പോലും കൂട്ടാക്കിയില്ല VD സതീശൻ. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. VD സതീശനെ കാണാൻ 2 തവണ അദ്ദേഹം ശ്രമിച്ചു, 2 തവണയും കൂട്ടാക്കിയില്ല. എന്നിട്ടും ഈ സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വിശകല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ശശികല ടീച്ചറിനെ കാണാൻ സമയം കണ്ടെത്തി. ആര്? മുഖ്യമന്ത്രി VD സതീശൻ. അങ്ങനെ VD സതീശൻ പോലും ഇദ്ദേഹത്തെ കാണാൻ കൂട്ടാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നു ഇനി എനിക്ക് കാണണ്ട എന്ന തരത്തിൽ നിരാശയോടെ പറയുന്നു. ആര്? സുകുമാരൻ നായർ. ഈ വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ വേദി പങ്കിടാനും അല്ലെങ്കിൽ അവിടെ പെരുന്നയിൽ വിളിച്ചു അവിടുത്തെ പരിപാടിക്ക് പങ്കെടുപ്പിക്കാനൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അവകാശങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 12 വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് അത് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ ഒടുക്കത്തെ ഈഗോയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം മുഴുവൻ. ഈ സംഭവം എല്ലാം ഉണ്ടാവാനുള്ള കാരണം ഈ ചിലരുടെ ഈഗോ ആണ്. അത് ഈ വ്യക്തി മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഈഗോ ആയി കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതും ഇതിൻ്റെ ഒരു ഭാവിയിൽ അതിൻ്റെ ഒരു ദുഃഖം പേറാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരുടെ മക്കളൊക്കെയാണ്. മനസ്സിലായേ? അദ്ദേഹത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞാൽ ആരോർക്കാനാണ്?
NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്ന ലേബലിൽ അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോയുടെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ കൂടെ വരും. അല്ലാതെ ഇവരുടെ മക്കൾ, മരുമക്കൾ, മറ്റാളുകളോടൊക്കെ പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും ആ മനുഷ്യന് കാണിക്കാനില്ല. അപ്പോൾ കാന്തപുരത്തിൻ്റെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴും അവർക്ക് അഭിമാനത്തോടെ പറയാൻ കണ്ടത് ഞങ്ങളുടെ ഉപ്പുപ്പ അതുപോലെ പ്രധാനമന്ത്രിയുടെ കൂടെ കണ്ടിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്, ഇത്രയും വർഷക്കാലം ഭരിച്ച പ്രധാനമന്ത്രിയുടെ കൂടെ പോയിട്ടുണ്ട്. ഇവിടുത്തെ സഭാ നേതാക്കളായിട്ടുള്ള ബിഷപ്പുമാർ അവരുമൊക്കെ കണ്ടിട്ടുണ്ട്, പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് വെള്ളാപ്പള്ളിയുടെ കാര്യം പറ്റി പറയേണ്ട, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യം, ധീവര സഭാംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സമുദായ അംഗങ്ങൾ, നേതാക്കൾ, അവരൊക്കെ പലതവണ കണ്ടിട്ടുണ്ട് ഈ പ്രധാനമന്ത്രിയെ. പക്ഷേ ഈ മനുഷ്യൻ മാത്രം കണ്ടിട്ടില്ല. നിങ്ങളത് ഇതുവരെ ഒരുപക്ഷെ അത് ശ്രദ്ധിച്ചു കാണില്ല. ഒന്ന് നോക്കിക്കോ, ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ പോലും ഇല്ല. അപ്പോൾ ഈ മനുഷ്യനൊക്കെ മരിച്ചങ്ങ് പോയി കഴിയുമ്പോഴും ആരെങ്കിലുമൊക്കെ നല്ല വാക്ക് പറയണ്ടേ? NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അംഗങ്ങൾ എന്താ പറയുക, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത്ര വില പോലും കൊടുക്കുന്നില്ല. എന്നിട്ടും അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കയറാൻ നടക്കുകയാണ്. എത്ര കിട്ടിയാലും പഠിക്കാത്ത ജന്മം. ഒരു കുറച്ച് ദിവസമായിട്ട് അങ്ങ് ബഹിരാകാശത്ത് നിൽക്കുക, ഇതുവരെ താഴെ വന്നിട്ടില്ല. പക്ഷേ താഴെ വരാനുള്ള ഒരു ഉദ്ദേശവും പുള്ളിക്ക് ഇല്ലെന്നാണ് തോന്നുന്നത്.